അഞ്ചാമത്തെ ബെൽറ്റാണ്. ഇടും പൊട്ടും ഇടും പൊട്ടും ഇതന്നെ അവസ്ഥ. ഈ സാധാരണ സ്റ്റെപ്പർ മോട്ടർ വാങ്ങുമ്പോൾ നമ്മൾ ഓപ്പൺ ബെൽറ്റാണ് വാങ്ങാറ്. ചിലപ്പോൾ കറക്റ്റ് അളവ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബെൽറ്റ് ജോയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ജോയിൻ ചെയ്ത് ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ അറിവ് വെച്ച് ജോയിൻ ചെയ്തതാണ്. പക്ഷേ പറയില്ലാണ്ട് പോയി. പക്ഷെ നമുക്കിത് എങ്ങനെ ജോയിൻ ചെയ്യാൻ ചെറിയ ടെക്നിക്ക് ഉണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യണം. കീപ്പ് വാച്ചിങ്. പിന്നെ ഞാനൊരു പണിപ്പുരയിലാണ്, അടുത്ത പ്രൊജക്റ്റിനോടൊരു പണിപ്പുരയിലാണ്. ഇത് ഏകദേശം വേൾഡിൽ 10 മില്യൺ വ്യൂവേഴ്സ് കണ്ടൊരു വീഡിയോ ആണ്. സസ്പെൻസ് ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ എന്താണെന്നുള്ളത്. അപ്പോൾ ബാക്ക് ടു വർക്ക്ഷോപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെൽറ്റ് എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളത്, സ്റ്റെപ്പർ മോട്ടറിൻ്റെ മിനി ബെൽറ്റ് നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളത് വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. കീപ്പ് വാച്ചിങ്. ഗായ്സ്, ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്തിരുന്നതാണ്. ആദ്യം ഞാൻ ജോയിൻ ചെയ്യുന്ന ഈ രൂപത്തിൽ ആദ്യം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചാൾ നിൽക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഒരു 5-6 റൊട്ടേഷന് ശേഷം ഇത് കട്ടായി പോകുന്നതാണ് പ്രശ്നം. ഇത് പരിഹരിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ബെൽറ്റിൻ്റെ കോർണർ എഡ്ജ് ടു എഡ്ജ് ഇതുപോലെ ഡയഗണലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് ഇതിൻ്റെ ടീത്തുകൾ കറക്റ്റ് അലൈൻ ചെയ്ത് വരാവുന്ന രീതിയിൽ ഇത് നമ്മൾ ഈ ഫാഷനിൽ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യണം. ഇതിന് ശേഷം ഗ്ലൂ ചെയ്യുന്നതാണ് ഇതിൻ്റെ പരിപാടി. ഈ ഗ്ലൂ ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, എൻ്റെ കയ്യിലൊരു പ്ലൈവുഡിൻ്റെ പീസാണ്. അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നിന് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അളവെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ശേഷം ഇതോട്ട് പാരലായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ മുമ്പത്തെ ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് ഞാൻ ഗ്ലൂ അടിച്ചിട്ട് ഇതിൽ ഒട്ടിച്ചിരിക്കുകയാണ് കാണുന്നത്. ഈ ഗ്ലൂ അടിച്ച് ഒട്ടിച്ചതിന് ശേഷം ഏകദേശം അത്ര വലുപ്പം തന്നെയുള്ള വേറൊരു ബെൽറ്റും കൂടി ഉണ്ട്. ഈ ബെൽറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജോയിൻ ആവണം. ഇതാണ് എൻ്റെ അലൈൻമെൻറ്റ് ഫാഷൻ. ഈ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണികളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാനുള്ളത്, നമുക്ക് ഇതിനൊക്കെ പാരലായിട്ട് വെച്ചതിന് ശേഷം ഇത് കറക്റ്റ് പാരലായിട്ട് വെക്കുക. ഇതങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിന് കറക്റ്റ് അലൈൻ ആവുന്ന രീതിയിൽ ഇതിനെ ഫിക്സ് ചെയ്ത് ഒട്ടിക്കണം. നമ്മൾ സൂപ്പർ ഗ്ലൂ എടുത്തതിന് ശേഷം അത് മാക്സിമം നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അലൈൻ ചെയ്യുക, പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുക. സൂപ്പർക്ക് നന്നായിട്ട് പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 4 സൈഡും ഗ്ലൂ അടിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അതിനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് ആൾ അലൈൻ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ സെറ്റാക്കി എടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ ബ്ലേഡ് എടുത്തിട്ട് നമ്മൾ മുമ്പ് ഗ്ലൂ ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് പീസായിട്ട് എടുത്ത് കഴിഞ്ഞാൽ പോരും. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ഇവിടെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്കിപ്പോൾ കറക്റ്റ് അലൈനാണ്ട്. ഈ അലൈന് ശേഷം നമുക്ക് ഇതിൻ്റെ 2 പോർഷനും കൂടി കറക്റ്റ് ഫിക്സ് ചെയ്യണം. ആ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഞാൻ ചെയ്യുന്നത്. അടുത്ത് വീണ്ടും നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഇതിനെ ഉറപ്പിക്കുകയാണ്. വ്യത്യസ്ത രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കണം. ഒരേ സ്റ്റൈലിൽ എടുക്കരുത്. മാനുവലായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മളുടെ കൈ കൊണ്ടാണ് ഇതിൻ്റെ പരിപാടികൾ. അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള ഇനാക്യുറസി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഭാഗം ഇവിടെയുള്ള ഗ്ലൂ ഞാൻ എടുത്ത് കളയാൻ പോവുകയാണ്. എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വേറൊരു ഇതേ തിക്നെസ്സിലുള്ള ഒരു പീസ് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കണം. അതിനുള്ള പണിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തുള്ളത് പ്ലൈവുഡിൻ്റെ തന്നെ വേറൊരു പീസാണ്. ആ പ്ലൈവുഡിൻ്റെ ഒരു ലെയർ കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതുപോലെ മറ്റേ പീസ് അതുപോലെ തന്നെ ഓരോ അടിയിലായിട്ട് നമ്മൾ കയറ്റുകയാണ് ഇതിന്. ഇനി നമ്മൾ ഇത് മൊത്തം ഊരെടുക്കാൻ പോവുകയാണ്. ഓപ്സ്, കുഴപ്പമില്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി, വേറെ പ്രശ്നമില്ല. എന്തിനാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ബെൽറ്റ് റഫായിട്ടൊന്ന് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. 2 പിൻ വെച്ച് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഒരു ബ്ലൂ മാർക്കിങ് നടത്തിയിട്ടുണ്ട് പെന്നോണ്ടായിട്ട്. ഈ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയും. പിന്നീട് ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് ഇതേ പൊസിഷനിൽ തന്നെ ബെൽറ്റ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ ബെൽറ്റ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ബെൽറ്റിൻ്റെ ഓരോ ടീത്തും പ്രോപ്പറായിട്ട് ഡയഗണൽ ടു ഡയഗണൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് അവിടെ ഇരിക്കണം. ഞാൻ സൂപ്പർ ഗ്ലൂ വെച്ച് പതുക്കെ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്തിരിക്കുകയാണ്. ബെൽറ്റ് വലിയ കുഴപ്പമില്ലാതെ അലൈൻ ആയിട്ടുണ്ട്. എങ്ങനെ വെച്ചാലും ഇത് വർക്ക് ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ ഇയാൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ട് പോരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഗ്ലൂ ഇട്ടിട്ടൊന്ന് പെർഫെക്റ്റാക്കി എടുക്കാമല്ലോ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം വെച്ചാൽ നമ്മളിത് ഇതിങ്ങനെ ബെൻഡ് ആവാവുന്ന രീതിയിലാവണം.
ആ രീതിയിലാക്കി എടുക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളിതിന് ജസ്റ്റ് കൊണ്ടുവന്ന് ഇത് ഗ്രൈൻഡ് ചെയ്യുക. ഗ്രൈൻഡ് ചെയ്ത് ഇതിൻ്റെ മുകളിലത്തെ കോട്ടിങ് കളയണം. പിന്നെ ഈ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറണം. അപ്പോൾ ഏകദേശം ഈ എഡ്ജിലൊന്നും ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതേസമയം ഇവിടെ ഈ 1 2 3 4 ഈ 4ൽ 2 എണ്ണം അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പോയിൻറ്റും അതേപോലെ ഈ 2 പോയിൻ്റ് എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഞാനിവിടെ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 പോർഷനിൽ എവിടെയും നമ്മൾ ഈ പിന്ന് കുത്തി ഇറക്കണം. ഓക്കെ, ഏകദേശം ഒരു കുത്തി ഇറങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റ് കളറുള്ള പീസ് ഞാൻ അഡീഷണൽ ആയിട്ട് വെച്ചതാണ്. നമ്മൾ മുകളിൽ നിന്ന് സൂചി കൊണ്ട് കുത്തുമ്പോൾ ബെൽറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അത് ഇല്ലാതാക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. വീണ്ടും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അലൈൻ ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത്. നമ്മളിതുപോലെ തന്നെ പിന്നെടുത്തതിന് ശേഷം ഈ പിന്നെ ഇതിൻ്റെ ഓരോ പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പോയിന്റിൽ വെച്ചിട്ട് എത്രയാണോ നമ്മളതിൻ്റെ ഏത് പോർഷനാണ് കട്ട് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മളതിനെ ടൈറ്റ് ഉള്ളിലേക്ക് കുത്തി ഇറക്കാൻ പോവാണ്. ഇതാണ് ആ പിന്നെ. വേറെ ഇതിൽ ഹാമറിങ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. പിന്നെ പെർഫെക്റ്റ്ലി 90 ഡിഗ്രി തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ എഡ്ജ് എടുത്ത് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ഭാഗം ഒരു പിന്നെ ഞാൻ ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഇതിൽ കയറ്റിയിട്ടുണ്ട്. അത് എടുത്തതിന് ശേഷം കുറച്ച് എക്സ്റ്റേണലായിട്ടൊന്ന് പ്രസ് ചെയ്ത് വന്നിട്ടുണ്ട്, എങ്കിൽ കൂടി കറക്റ്റ് കയറിയിട്ടുണ്ട്. ഗ്ലൂ ചെയ്തിട്ടുള്ള കാരണം ചിലപ്പോൾ കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഹീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആൾ കയറി പോയിക്കോളും. ഓക്കെ, ഇനി ഇത് ഭാഗം നമ്മൾ ഇതിന് കട്ട് ചെയ്ത് കളയാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിന് നമുക്ക് കളയാം. ചെറിയൊരു ബെൻഡോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വലിയ പ്രശ്നമുണ്ട്, അത് ഗ്ലൂ ചെയ്താൽ ശരിയാവുന്ന വിഷയമുള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ബെൻഡാവുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. സാധനം പെർഫെക്റ്റായിട്ട് നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വലിച്ചാൽ പോലും പോരാത്ത രീതിയിലാണ് നല്ല പെർഫെക്റ്റായിട്ട് ഫിറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓരോ പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇവിടെയാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. ഒരു പിന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഫൈനലായിട്ട് കാണുന്ന ഒരു പിന്ന് കാണാം. ഈ പിന്നാണ് ഞാനിപ്പോൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി സാധാ പോലെ പശ വെച്ചിരിക്കുകയാണ്. പിന്നെ ബെൽറ്റ് മാക്സിമം ടൈറ്റ് ആവുന്ന രീതിയിൽ, സാമാന്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത്രയും ലൂസ്, ഇത് വളരെ ലൂസാണ്, ഇത്രയൊന്നും പോരാ, കുറച്ചും കൂടി ആവണം. നിങ്ങൾ കറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റ് അലൈൻ ചെയ്ത് എടുക്കുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇത്തിരി സാധിച്ചിട്ടുള്ളൂ, കുഴപ്പമില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന വിചാരിക്കണം. സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സംഭവം ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല പ്രോപ്പറായിട്ട് അലൈൻ ആയിട്ടുണ്ട്. കറക്റ്റ് അലൈൻഡ് ആണ്, ബെൽറ്റ് യാതൊരു പ്രശ്നമില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പൊട്ടിയിട്ടൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ കുറേ നേരം വർക്ക് ചെയ്ത് കൊടുക്കുക, ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഗായ്സ്, സംഭവം ഉഷാറാണ്, വർക്ക് ചെയ്യുന്ന പരിപാടിയാണത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തോ. 3D പ്രിൻ്ററിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതുപോലെ പ്രിൻ്ററിൻ്റെ ഇതിലേക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ധാരാളം നിങ്ങളുടെ ടീമിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, SSLC മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയൊരു പ്രൊജക്റ്റാണ്, പെട്ടെന്ന് റിലീസാവും. നമുക്ക് അടുത്തൊരു പ്രൊജക്റ്റിൽ വീണ്ടും കാണാം.